ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഷുഗർ കുറയാനും കൊളസ്ട്രോളും ശരീരഭാരമൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ മില്ലറ്റ് കൊണ്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ റെസിപ്പി. മില്ലറ്റ് കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മില്ലറ്റ് കുതിർത്തി അരച്ചുണ്ടാക്കുന്ന മില്ലറ്റ് ചപ്പാത്തിയും അതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയുമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വർഗം മില്ലറ്റ് അല്ലെങ്കിൽ മണിച്ചോളം എന്ന് പറയുന്ന മില്ലറ്റാണ്. ഇത് കുറച്ച് വലിയ സൈസിലുള്ള മില്ലറ്റാണ്. ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയതാണ് സ്വർഗം മില്ലറ്റ്. ഡയറ്ററി ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നാരുകൾ അടങ്ങിയ ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവുമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ സ്വർഗം മില്ലറ്റാണ് എടുക്കുന്നത്. 1/4 കപ്പ് കറക്റ്റായിട്ട് നമുക്ക് അളന്നെടുക്കാം. അപ്പോൾ 1/4 കപ്പ് അളവിൽ സ്വർഗം മില്ലറ്റ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനതൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുതിർത്തിയെടുക്കണം. 12-15 മണിക്കൂറൊക്കെ കുതിർത്തിയാൽ വളരെ നല്ലതാണ്. ഇത് കുതിരും തോറും ഇതിലെ വിറ്റമിൻസും മിനറൽസൊക്കെ കൂടുതലാവുമെന്നാണ് പറയുന്നത്. ഇപ്പം ഞാനിവിടെ ഇന്നലെ കുതിരാനിട്ട മില്ലറ്റ് ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ ഇട്ടതാണ്. 15 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമ്മൾ 1/4 കപ്പ് നേരത്തെ എടുത്തതിലും ഇരട്ടി അളവിൽ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കുതിർന്ന മില്ലറ്റ് കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് ഇതിൽ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. മില്ലറ്റ് കുതിർത്തി കഴിഞ്ഞാൽ ആ വെള്ളം നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം മില്ലറ്റിൽ വിഷാംശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളിത് കുതിർത്തി കഴിഞ്ഞാൽ ആ വെള്ളം ഉപയോഗിക്കാതിരുന്നാൽ ആ വിഷാംശങ്ങളൊക്കെ കുറച്ചൊക്കെ മാറിക്കിട്ടും. ആ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകിയെടുക്കണം. ഈ കഴുകിയെടുത്ത വെള്ളവും നമ്മൾ ഉപയോഗിക്കില്ല. ഇത് നമുക്ക് മാറ്റിവെക്കാം. വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന ഈ മില്ലറ്റ് നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറഞ്ഞ അളവിലാണ് നമ്മൾ മില്ലറ്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ജാറിലിട്ട് അരച്ചെടുത്താൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. വലിയ ജാറിലാവുമ്പോൾ അരയാൻ കുറേ സമയമെടുക്കും. ചെറിയ ജാറിലേക്ക് നമുക്ക് ഈ മില്ലറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മില്ലറ്റ് ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ഷുഗർ പേഷ്യൻസിന് ഉദ്ദേശിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അല്ലാത്തവർക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചാണ് അരച്ചെടുത്തത്. ആദ്യം ഈ കപ്പിൻ്റെ പകുതി വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അതിനുശേഷം ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ ജാറിൽ പറ്റിയിരിക്കുന്ന മാവ് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം. ഒത്തിരി ബാറ്റർ മിക്സിയുടെ ജാറിൽ പറ്റിയിരിപ്പുണ്ട്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് 1/4 കപ്പ് വെള്ളവും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ദോശമാവിൻ്റെ അളവിലാണ് നമ്മളിത് കലക്കിയെടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ. BP ഒക്കെ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പൂള് ചേർത്ത് കൊടുക്കാം. ചിരകിയ തേങ്ങയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. ഇതിലേക്ക്
1 ടീസ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഞാൻ അളന്ന് എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇതിൽ കൂടുതൽ ചേർക്കരുത്. ഇനി ഒരു നേരിയ പുളിക്ക് വേണ്ടിയിട്ട് അല്പം വാളംപുളി ചേർത്ത് കൊടുക്കാം. പകരം ചെറുനാരങ്ങ നീരും ചേർക്കാം കേട്ടോ. 1 അല്ലി വെളുത്തുള്ളി ചേർക്കാം. വീട്ടിലുണ്ടാവുന്ന കറിവേപ്പില 2-3 ചേർത്ത് കൊടുക്കാം. നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റിബയോട്ടിക് ഔഷധ ഗുണവും ഉള്ളതാണ് കറിവേപ്പില. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പുതിനയില. പുതിനയിലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിനും ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇത് നല്ലൊരു മൗത്ത് ഫ്രഷ്നറും കൂടിയാണ്. നമ്മൾ ഡെയിലി ഒരു 10 ഇല ദിവസവും കഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. നമ്മളുടെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ഞാൻ 1 കപ്പ് പുതിനയിലയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തത്. വീട്ടിലുണ്ടായ പുതിനയിലയാണ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. എരിവിനുള്ള ഒരു പച്ചമുളക് ചേർക്കാം. 1 കഷ്ണം ഇഞ്ചി ഇതുപോലത്തെ ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ ഇഞ്ചി അരയാതെ കിടക്കും. അപ്പോൾ ഞാൻ ആ ഇഞ്ചി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതിന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് ആദ്യം ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് ചട്നിയുടെ അയവിൽ നീട്ടിയെടുക്കാം. ഇപ്പം ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്നിയുടെ തിക്നെസ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് കട്ടിയാണ്. ഞാനതുകൊണ്ട് ജാറിൽ പറ്റിയിരിക്കുന്നത് കുറച്ച് വെള്ളത്തിൽ അലിയിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ചട്നിയുടെ അയവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് ഒരു വറ്റൽമുളക് 3 മുറിച്ച് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ചട്നിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം മില്ലറ്റ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ചട്നിയാണ്. ഇനി നമുക്ക് മില്ലറ്റ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ദോശ തവ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്തിട്ട് ഒന്ന് തടവി കൊടുക്കാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി അരച്ച് വെച്ചിരിക്കുന്ന മില്ലറ്റിൻ്റെ ബാറ്റർ എടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് മില്ലറ്റ് കൊണ്ടുള്ള ബാറ്റർ കൊണ്ട് നമുക്ക് 2 ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാൾക്ക് പാകത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. ഇതിൽ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഇതനുസരിച്ച് കൂടുതലെടുക്കുക. 1/2 കപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ 2 പേർക്ക് കഴിക്കാനുണ്ടാവും കേട്ടോ. ചൂടായ തവയിലേക്ക് ആവശ്യമുള്ള ബാറ്റർ ഒഴിച്ചിട്ട് നല്ലതുപോലെ പരത്തി കൊടുക്കുക. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. പരത്തിയതിന് ശേഷം നമുക്ക് മീഡിയം ഹീറ്റിലോട്ട് മാറ്റാം. അരികെല്ലാം പാനിൽ നിന്ന് വിട്ടുപോകുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അത് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എണ്ണ ചേർക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചേർക്കാം. 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർത്താൽ ഇത് നല്ലതുപോലെ കുമിളച്ച് വരും. ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി താഴെ ഭാഗം നല്ലതുപോലെ മുരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. താഴെ നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിത് മറിച്ചിടാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡും മൊരിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. ഇപ്പം മില്ലറ്റിൻ്റെ ചപ്പാത്തി ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ. ഇനി ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാൻ പറ്റും. ബാക്കിയുള്ള ബാറ്റർ കൊണ്ട് ഒരെണ്ണം കൂടി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ട് മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ബാറ്റർ എല്ലാം തീർന്നിട്ടുണ്ട്. ആകെ 2 ചപ്പാത്തിയെ നമുക്ക് ആ ബാറ്റർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് വിട്ടു പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടി അവിടെ ടച്ച് ചെയ്തിട്ട് പരത്തിയെടുക്കാം. നേരത്തെ പോലെ തന്നെ അരികെല്ലാം വിട്ട് തുടങ്ങുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. രാവിലത്തെ ഭക്ഷണത്തിൽ അല്പം നെയ്യ് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്.
1 ടീസ്പൂൺ ഗീയൊക്കെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ രണ്ടാമത്തെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്